സച്ചിയുടെ ഫോണിലെ വീഡിയോ പുറത്തായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സച്ചിയുടെ ഫോൺ എവിടെയാണെന്നുള്ള അന്വേഷണം വരും. ആ അന്വേഷണം വന്നാൽ അത് നമുക്കെതിരെ തിരിയില്ലേ ശ്രുതി? ഒരിക്കലും തിരിയില്ല മീരെ. കാരണം നമുക്കിപ്പോൾ ഈ ഫോണിലെ വീഡിയോ കിട്ടി, അത് ഞാൻ എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തു. ഇനി ഒരിക്കലും നമുക്ക് ആ ഫോണിനെ പറ്റി ഒരറിവും ഇല്ല. നമ്മൾ ഈ ഫോൺ നശിപ്പിക്കാൻ പോവാണ്. ഇനി ഒരിക്കലും ഈ ഫോൺ സച്ചിയുടെ കയ്യിൽ കിട്ടരുത്. ഈ ഫോൺ ഒരു കാഞ്ചി മീരെ, ഇത് നിൻ്റെ കയ്യിലിരിക്കട്ടെ. എൻ്റെ കയ്യിലോ? അന്വേഷണം എൻ്റെ നേർക്ക് വന്നാൽ മതി എന്നാണോ നീ ചിന്തിക്കുന്നത്? കൊള്ളാലോ ശ്രുതി നിൻ്റെ മനസ്സിലിരിപ്പ്. കൂട്ടുകാരെ, ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ എന്താ സംഭവിക്കണമെന്നറിയോ? അങ്ങനെ സച്ചിയുടെ ഫോണിലത്തെ വീഡിയോ ലീക്കായി പോവാണ് കേട്ടോ. ആൻ്റണിക്ക് കൊണ്ടുപോയി എത്തിക്കുകയാണ്. ആ ക്രൂര മനസ്സുള്ള ശ്രുതി ആ വീഡിയോ എടുത്തിട്ട് ആൻ്റണിയുടെ കയ്യിൽ എത്തിക്കണം എപ്പിസോഡാണെന്ന്. ശ്രുതി, നീ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്മാൻ്റെ വൈഫാണ്. നീ ഇതിനെ കണ്ടവൻ്റെ വീട്ടിൽ പോയി മേക്കപ്പ് ചെയ്യാൻ നിൽക്കണത്? ഇതേ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതെല്ലാം നിർത്തി നീ വീട്ടിൽ നിൽക്കേണ്ടതാ. സുധി, ഞാനൊരു കാര്യം പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ് ഇത്. സുധി എന്നല്ല ആര് പറഞ്ഞാലും ഞാനിത് നിർത്തില്ല. ഓ, ഇപ്പം അങ്ങനെയായോ? ശരി, നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യേ. ഒരു കാര്യം ചെയ്യും, ഇന്നൊരു ദിവസത്തേക്ക് നീ ഷോറൂമിൽ പോ. ഇന്നത്തെ ഒരു ദിവസം മാത്രം. എനിക്ക് ഡീലേഴ്സിനെ കാണാനുള്ളതല്ലേ. സുധിക്ക് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? ഞാൻ പോവില്ല എന്ന് പറഞ്ഞില്ലേ, എനിക്ക് ജോലിക്ക് പോകണം. ഓ, ഇപ്പം അങ്ങനെയായോ? ഓക്കെ ശ്രുതി, ശരി എങ്കിൽ ഞാൻ പിന്നെ ഡീലറെ കണ്ടോളാം. ഈ ബിസിനസ്സുകാരനോട് നിനക്ക് ദേഷ്യമുണ്ടോ ശ്രുതി? നിനക്ക് എന്നോട് പിണക്കാണോ? പിണങ്ങാൻ മാത്രം എന്താ ഇനിയിപ്പോൾ ഇവിടെ ഉണ്ടായത്? ഓക്കെ, ഐ ലവ് യു ശ്രുതി. പോവാട്ടോ. അവൻ്റെ ശ്രുതി അങ്ങനെ പുറത്തേക്ക് പോണ സമയത്ത് ശ്രുതി വയ്ക്കണം, ഓ ഇങ്ങനെ ഒരു വട്ട് കേസ് എന്ന് വിചാരിച്ചിട്ട് ശ്രുതി അപ്പം തന്നെ മീരെ ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, മീരെ, സച്ചിയുടെ ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതിലെ വീഡിയോ ഉണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ആൻ്റണീനെ എത്തിക്കണം. നീ ഒരു കാര്യം ചെയ്യാൻ എൻ്റെ കൂടെ ഒന്ന് വരണം കേട്ടോ എന്ന് പറയണം. മീരെ ശരി എന്ന് പറയണം. അങ്ങനെ ഫോൺ കാണാതെ സച്ചി ആകെ ടെൻഷനിലാണ്. സച്ചി ഈച്ചയോട് പറയാണ് ഫോൺ കാണാത്ത കാര്യം. അപ്പോൾ ഈച്ച പറയുന്നുണ്ട്, ഈച്ച സച്ചിയും കൂടി എല്ലായിടത്തും തരേണ്ട. അപ്പോൾ ഈച്ച പറയേണ്ടത്, സച്ചി ഞാൻ എല്ലായിടത്തും നോക്കി, എവിടെയും കാണാനില്ലല്ലോ പറയുമ്പോൾ സച്ചി പറയേണ്ടത്, ഞാനും ഹോട്ടലിലൊക്കെ പോയി നോക്കി, അവിടെയൊന്നും ഇല്ല, എവിടെയും ഇല്ല എൻ്റെ ഫോണ്. ദൈവമേ, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നിങ്ങനെ സച്ചി പറയുമ്പോൾ ഈച്ച പറയേണ്ടത്, സച്ചി നീ എന്തിനാ ടെൻഷൻ ആവണേ? ഒരു ഫോണല്ലേ, നമുക്ക് ലോണാക്കിയിട്ട് അടവിട്ടിട്ട് ഒരു ഫോൺ മേടിക്കാലോ പറയുമ്പോൾ, അതല്ലട ഈച്ചേ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ശരത്തിൻ്റെ വീഡിയോ ആ ഫോണിലാണുള്ളത്. ആരുടെങ്കിലും കയ്യിൽ ആ ഫോൺ പെട്ട് കഴിഞ്ഞിട്ട് ആ വീഡിയോ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അതോടെ തീർന്നു എല്ലാം. എനിക്കതൊക്കെ ആലോചിച്ചിട്ട് ടെൻഷനായിട്ട് വയ്യ. എങ്കിലും ഒരു കാര്യം ചെയ്യാം സച്ചി, നമുക്ക് ഫോൺ കാണാനില്ല വേണ്ടി നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാം. എടാ ഈച്ചയെ, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അവർ ഫോണിലത്തെ വീഡിയോ കണ്ടാൽ അത് പ്രശ്നമാവില്ലേ? സച്ചി, ഫോണിലത്തെ വീഡിയോ ഒന്നും അവർ നോക്കില്ല. അവർ നിൻ്റെ ഫോൺ കാണാനില്ല പറയുമ്പോൾ അത് ജസ്റ്റ് അന്വേഷിക്കും. നിൻ്റെ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ നിന്നെ തിരിച്ചേൽപ്പിക്കുക. അല്ലാതെ അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഒന്നും അവർ ചെക്ക് ചെയ്യാൻ പോണില്ല എന്ന് പറയാണ് ഈച്ച. അങ്ങനെ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കാം എന്നുള്ള ചിന്തയിലാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് ആൻ്റണിയുടെ ഓഫീസാണ് കാണിക്കുന്നത്. അപ്പോൾ ആൻ്റണിയുടെ ഗുണ്ടകൾ ആൻ്റണിയോട് പറയുന്നത്, ആൻ്റണിയേട്ട, സച്ചി ആൻ്റണിയുടെ നടു തല്ലി ഓടിച്ച കാര്യം നാട്ടിൽ മുഴുവൻ പാട്ടാണ്. അപ്പം ആൻ്റണിയേട്ടന് ഒരു ഇതും ഇല്ല നാട്ടിൽ എന്നൊക്കെ പറയുമ്പോൾ പറയണേ, എനിക്കൊരു ചാൻസ് കിട്ടും, അന്ന് അവൻ്റെ അവസാനമാണ് എന്നൊക്കെ പറയാൻ ആൻ്റണി. ഈ സമയത്ത് ശ്രുതിയും മീരയും കൂടി ആൻ്റണിയെ കാണാൻ വരും. ആ വാ, ഇന്നും വെറും കൈയോടെയാണ് വന്നേക്കണത്, വീഡിയോ ഒന്നും ഇല്ലാതെ ചോദിക്കുമ്പോൾ പറയും, വീഡിയോ മാത്രമല്ല, ഇന്ന് വീഡിയോ ഉള്ള ഫോണും കൂടിയിട്ടാണ് ആൻ്റണി ഞങ്ങൾ വന്നേക്കണത് പറയണ ശ്രുതി. എന്നിട്ട് ശ്രുതി സച്ചിയുടെ ഫോൺ എടുത്തിട്ട് ആൻ്റണിക്ക് കാണിച്ചു കൊടുക്കണം. ആഹാ കൊള്ളാലോ മിടുക്കി, ഒരു കാഞ്ചി, ആ വീഡിയോ എൻ്റെ ഫോണിലേക്ക് അയക്കുമെന്ന് പറയുമ്പോൾ, അത് അയക്കാൻ വരട്ടെ ആൻ്റണി, അത് ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്ത് കാണിക്കേ, എന്നിട്ട് നിനക്ക് ഞാൻ വീഡിയോ അയച്ചു തരാം. നവീൻ ദാസിനെ ആദ്യം കൊണ്ടുപോവാ. അപ്പം എന്താ, നിനക്ക് എന്നെ തീരെ വിശ്വാസമല്ലേ? ഒട്ടും വിശ്വാസമില്ല ആൻ്റണി, സത്യസന്ധമായിട്ട് ഞാൻ പറയല്ലോ, എനിക്ക് നിന്നെ ഒരു തുണ്ട് പോലും വിശ്വാസമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നീ അന്ന് പറഞ്ഞു പോലീസിനെ, നവീൻ ദാസിനെ പോലീസിൽ ഏൽപ്പിച്ചത് നീയാണെന്ന്. പക്ഷേ അത് സച്ചിയാണ് ഏൽപ്പിച്ചതെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് നീ പറയുന്നത് ഞങ്ങൾക്ക് വിശ്വാസമല്ല. നീ ആദ്യം നവീൻ ദാസിനെ കൊണ്ടുപോവാ, എന്നിട്ട് നിങ്ങൾ വീഡിയോ വേണോ വേണ്ടെന്നുള്ളത് തീരുമാനിക്കാമെന്ന് പറയണം. ശരി, ഓക്കെ, അപ്പം തന്നാൽ മതി നിങ്ങൾ വീഡിയോ. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ആ നവീൻ ദാസിൻ്റെ ഫോൺ നമ്പറും അഡ്രസ്സും ഒക്കെ എൻ്റെ ഫോണിലേക്ക് അയക്കുകയെന്ന് പറയണം. അങ്ങനെ മീരയോട് ശ്രുതി പറയണം, മീരെ ആ ഫോൺ നമ്പറും അഡ്രസ്സും ആൻ്റണിക്ക് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആൻ്റണിക്ക് ഫോൺ നമ്പറും അഡ്രസ്സും ഒക്കെ അയച്ചു കൊടുത്തു. ആൻ്റണി അപ്പം തന്നെ ഗുണ്ടകൾ വിളിച്ചിട്ടിടാ, ഈ നമ്പറിലുള്ള ആളെനെ വിളിച്ചിട്ട് അവരുടെ ലൊക്കേഷനൊക്കെ പോയി നോക്കിയിട്ട് ആളെ തൂക്കിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറയണം. അപ്പോൾ ശരി പറയണം. ശരി, നിങ്ങൾ നവീൻ ദാസിനെ കൊണ്ടുവരണ വരെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശ്രുതിനെയും മീരേനെയും അവിടെ ഇരുത്തണം. അങ്ങനെ ഗുണ്ടകൾ നവീൻ ദാസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയേക്കാണ്. ഈ സമയത്ത് ആൻ്റണി പറയാണ് ശ്രുതിയോടും മീരയോടും, എനിക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എന്നേക്കാൾ വലിയ ക്രിമിനലുകളാണ് നിങ്ങൾ രണ്ടാളെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാണ് ആൻ്റണി.
സച്ചി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൊടുക്കാൻ വേണ്ടി സാർ എൻ്റെ ഫോൺ കാണാനില്ലേ പറയുമ്പോൾ പോലീസുകാരൻ പറയാണ്, ഓ നിൻ്റെ മട്ടും ഭാവം കണ്ടിട്ട് നിനക്ക് ലക്ഷങ്ങളുടെ ഫോണാണ് കളഞ്ഞു പോയിക്കണ തോന്നുന്നതോടെ. എത്ര രൂപയുടെ ഫോണാടാ? 10,000 രൂപയുടെ ഫോണാണ് സാർ. പക്ഷെ നീ എന്തിനാണ് ഒരു ഫോൺ കാണാതെ ഇതിന് ഇത്രയധികം ടെൻഷൻ അടിക്കണം ചോദിക്കുമ്പോൾ എനിക്ക് ആ ഫോൺ അത്രയും വിലപ്പെട്ടതാണ് സാർ എന്ന് പറയാനുണ്ടാ. നീ വരുമ്പോൾ പുറത്തൊരാളിരിക്കുന്നുണ്ടോ, അയാളുടെ ഭാര്യയെ കാണില്ല, അയാൾ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പരാതി തരാൻ വേണ്ടി വന്നതാ. അയാൾക്ക് ഇത്രയും ടെൻഷൻ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ സച്ചി പറയും, അയാൾക്ക് അയാളുടെ ഭാര്യ പ്രിയപ്പെട്ടതാവില്ലേ സാർ, പക്ഷേ എനിക്ക് എൻ്റെ ഫോൺ പ്രിയപ്പെട്ടത് അതുകൊണ്ടാണ് സാർ, എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിച്ച് തരണം സാർ എന്ന് പറയാനും. അപ്പോൾ ശരി, നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു പരാതി എഴുതി കൊടുക്കുക, പരാതി എഴുതി കൊടുത്തിട്ട് ഞങ്ങൾ അന്വേഷിച്ചോളാം സാർ, ഇത് പെട്ടെന്ന് തന്നെ കിട്ടുമല്ലോ, എൻ്റെ ഫോണിൽ അയച്ചൊക്കെയാണ്. പിന്നെ എൻ്റെ പോക്കറ്റിലല്ലേ, ഇതിപ്പോൾ അങ്ങോട്ട് എടുത്ത് തരിക വേണ്ടുള്ളൂ. എടാ 100 കൂട്ടം കാര്യങ്ങളുണ്ട്, നിൻ്റെ ഫോൺ ഞങ്ങൾ അന്വേഷിക്കാം, നീ പരാതി എഴുതി കൊടുത്തിട്ടിപ്പോ. അവൻ്റെ മട്ടുഭാവം കണ്ട് അവൻ്റെ ലക്ഷക്കണക്കിന് രൂപയുടെ ഫോൺ പോയ പോലെയാണ് സാർ, എനിക്കത് വിലയുള്ള ഫോണായതുകൊണ്ടാണ് സാർ എന്ന് പറയുന്നത്. ഈ സമയത്ത് ഈച്ചയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. ഹലോ സാറേ എന്ന് പറയുമ്പോൾ ഡാ ഇവിടെ നിന്ന് ബഹളം വെക്കേണ്ട, പുറത്തിറങ്ങിപ്പോയി സംസാരിക്കാൻ വേണ്ടി ഈച്ചേനെ ആട്ടി പുറത്തേക്ക് വിടുകയാണ് പോലീസ്. അങ്ങനെ ഈച്ച പുറത്ത് പോയി ഫോണിൽ സംസാരിക്കുക. അപ്പോൾ സച്ചി പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. സാറേ എവിടെ പരാതി കൊടുക്കണമെങ്കിൽ നിൽക്കുക, 1 മിനിറ്റ് ഇപ്പോൾ വിളിക്കാമെന്ന് പറയും. ഈ സമയത്ത് ഈച്ച വന്നിട്ട് സച്ചിയോട് പറയും, സച്ചി രാധാകൃഷ്ണൻ സാറാടാ വിളിച്ച്, ഒരു ഓട്ടത്തിന് വേണ്ടി നിന്നെ വിളിച്ചിട്ട് കിട്ടില്ല പറഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ ഫോണിലേക്ക് വിളിച്ചത്. നീ ഓട്ടം മുകളിലേക്കുമ്പോൾ എടാ ഓട്ടം പോകാൻ സാറിനെ ഒന്ന് തിരിച്ച് വിളിക്കാൻ പറയുമ്പോൾ എൻ്റെ കയ്യിൽ ഫോണില്ലല്ലോ, പിന്നെ എങ്ങനെ ഞാൻ ട്രിപ്പ് പോകുന്നു ചോദിക്കുകയാണ്. അതൊന്നും നീ കണക്കാക്കണ്ട, ഇപ്പം എൻ്റെ ഫോണിൽ നിന്ന് രാധാകൃഷ്ണൻ സാറിനെ വിളിക്ക്, നല്ലൊരു പൈസ കിട്ടുന്ന ഓട്ടം, നീ എന്തിനാ അത് വെറുതെ കളയണേ പറഞ്ഞിട്ട് സച്ചിയുടെ അടുത്ത് ഫോൺ കൊടുത്തിട്ട് രാധാകൃഷ്ണൻ സാറിനെ കൊണ്ട് വിളിപ്പിക്കുകയാണ്. രാധാകൃഷ്ണൻ സാറിനെ വിളിപ്പിക്കുകയാണ് ഈച്ച. അല്ല ആൻ്റണി, തൂക്കിയെടുത്ത് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് പോയ നിൻ്റെ ഗുണ്ടകളെ കാണാനില്ലല്ലോ എന്ന് പറയുന്ന ശ്രുതിയോട് ആൻ്റണി പറയണേ, ഇത് പോയിട്ട് തൂക്കിയെടുത്ത് കൊണ്ടുവരാൻ ഉള്ളിച്ചാക്കൊന്നല്ല, ഒരു മനുഷ്യനാണ്, അതിൻ്റേതായിട്ടുള്ള റിസ്കുകളുണ്ട് തൂക്കിയെടുത്ത് കൊണ്ടുവരാമെന്ന് പറയുന്ന സമയത്ത്, എന്നെ വിടറാ, നിങ്ങൾ എന്തിനാടാ എന്നെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നേക്കണേ, ഞാൻ ആരാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ആൾ മാറിയതാടാ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ലടാ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നവീൻദാസിൻ്റെ ശബ്ദം അവിടെ നിന്ന് കേൾക്കുകയാണ്. അപ്പോൾ ആൻ്റണി പറഞ്ഞു, ദേ അവനെ കൊണ്ടുവരുന്നുണ്ട് പറയുമ്പോൾ ശ്രുതി പറയും, ആൻ്റണി നവീൻദാസ് എന്നെ കാണരുത് പറയുമ്പോൾ ശരി നിങ്ങൾ അകത്തെ റൂമിലേക്ക് ഇരുന്നോ എന്ന് പറയാണ്. അങ്ങനെ മീരയും ശ്രുതിയും കൂടി അകത്തെ റൂമിലേക്ക് ഇരിക്കുകയാണ്. അപ്പോൾ നവീൻദാസിനെ കൊണ്ട് ഗുണ്ടകൾ വന്നേക്കാണ്. എന്തിനാടാ എന്നെ ഇവിടെ കൊടുന്നേക്കണേ, എന്താണ് ആവശ്യം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ലടാ ഞാൻ, എന്താ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ നിന്നെ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്, നിന്നെ തന്നെ ഞങ്ങൾക്ക് വേണ്ട, നിനക്കുള്ളത് തരാൻ തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയണം. എന്തിനാണ് എന്നെ ഇവിടെ കൊടുന്നേക്കണേ, എന്നെ മര്യാദയ്ക്ക് വിട്ടോ, അതാ നിങ്ങൾക്ക് നല്ലത്, എന്തിനാ എന്നെ ഇവിടെ കൊടുന്നേക്കണേക്കുമ്പോൾ നിന്നെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കാനോ, 2 തവണ ഞാൻ കല്യാണം കഴിച്ചതാ, ഇനി എന്നെ കല്യാണം കഴിപ്പിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് ആൾ മാറിയതാ, നിങ്ങളെ എന്നെ മര്യാദക്ക് തുറന്നു വിട്ടോ, അതാ നല്ലത്, എന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചോ എന്ന് പറയുമ്പോൾ ആൻ്റണി പറയും, ഇവനെ കൊണ്ടുപോയി മുറിയിലിട്ട് പൂട്ടിയിടെന്ന് പറയാൻ. അങ്ങനെ നവീൻദാസിനെ മുറിയിലേക്ക് പൂട്ടിയിടാൻ പോയ സമയത്ത് മീരയും ശ്രുതിയും കൂടി വീണ്ടും ആൻ്റണിയുടെ അടുത്തേക്ക് വരും. അപ്പം ആൻ്റണി ചോദിക്കും, ഇപ്പോൾ വിശ്വാസമായില്ല ചോദിക്കുമ്പോൾ വിശ്വാസമായി, ഇനി ഇവനെ ഞാനൊരു 3 ദിവസം മുറിയിൽ പൂട്ടിയിടും, അത് കഴിഞ്ഞ് 4ാമത്തെ ദിവസം തൊട്ട് ഇടി തുടങ്ങും, പിന്നെ ഒരു 3-4 ദിവസം മുറിയിലിട്ട് ഇടിക്കും, അപ്പോൾ അവന് പേടിയാവും, പിന്നെ അവനെ 4 കൂടി കൊടുത്തിട്ട് അവനെ ഈ നാട് കടത്തും, പിന്നെ അവൻ ഈ നാട്ടിലോട്ട് വരില്ല, നിന്നെ വിളിക്കില്ല, നിന്നെ കാണാനോട്ട് ശ്രമിക്കില്ല. ഇപ്പോൾ ഒരേ ശ്രുതി ചോദിക്കുമ്പോൾ ശ്രുതി പറയും, താങ്ക്സ് ആൻ്റണി എന്ന് പറയാണ് ശ്രുതി. എന്നിട്ട് എന്നാൽ ശരി ഇനിയെങ്കിലും എനിക്ക് ആ വീഡിയോ തന്നോട്ട് ചോദിക്കുമ്പോൾ ആ ശരി തരാമെന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ ഫോണിൽ ആ പ്രധാനപ്പെട്ട ശരത്ത് പൈസ മോഷ്ടിക്കുന്ന വീഡിയോ ആൻ്റണിക്ക് അയച്ചു കൊടുക്കണം. ആ വീഡിയോ കണ്ടിട്ട് ആൻ്റണിക്ക് സന്തോഷമായിട്ട് ആൻ്റണി പറയണം, ഇത് മതി എനിക്കെല്ലാം പൂട്ടാൻ, ഈ ഒരൊറ്റ വീഡിയോ മതി, ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ എല്ലാവർക്കും ഇട്ടിട്ടുള്ളൊരു പണിയാണ് കൊടുക്കാൻ പോണത്, താങ്ക്സ് ശ്രുതി, എന്തായാലും നിങ്ങൾ വിട്ടോ എന്ന് പറയാണ്. അങ്ങനെ ശ്രുതിയോടും മീരയോടും പൊക്കോളം പറഞ്ഞിട്ട് ആൻ്റണി ആ വീഡിയോ അങ്ങനെ കണ്ടിരിക്കുന്ന സമയത്ത് ഗുണ്ടകൾ വന്നിട്ട് ചോദിക്കും, ആൻ്റണിയേട്ടാ വീഡിയോ കിട്ടി ചോദിക്കുമ്പോൾ ആ വീഡിയോ കിട്ടി, എന്നാൽ അത് വേഗം വീഡിയോ പുറത്തിടുക, അത് വൈറലാവട്ടെ എന്ന് പറയുമ്പോൾ അത് എൻ്റെ ഫോണിൽ നിന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപകടമാണ്, ഈ വീഡിയോ കാണുമ്പോൾ ശരത്തിൻ്റെ ഭാവി ഇതോടുകൂടി അവസാനിക്കും, ശരത്തിൻ്റെ നിൻ്റെ കൂടെ കൂടിയിട്ടാണ് ശരത്തിൻ്റെ ഭാവി പോയതെന്നുള്ള എല്ലാവരുടെയും പരാതിക്ക് പരിഹാരമാവും, അതിൻ്റെ ഒപ്പം തന്നെ സച്ചിനെയും രേവതിനെയും സച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്യും, ഒരു വെടിക്ക് 3 പക്ഷിയാണ് വരാൻ പോണത്, ഞാൻ ഇതൊരു തകർക്കും, ഇത് എൻ്റെ കൂട്ടുകാരൻ ചിത്തുവിൻ്റെ ഫോണിൽ നിന്ന് ഇടാം, എൻ്റെ ഫോണിൽ നിന്ന് ഇട്ട ശരിയാവില്ല എന്ന് പറയണ ആൻ്റണി. അത് ശരിയാ എൻ്റെ ആൻ്റണിയേട്ടാ, നിങ്ങൾക്ക് ഒടുക്കത്തെ ബുദ്ധിയാ പറയണ ഗുണ്ടകൾ. ശ്രുതി, രേവതിയുടെ കാര്യം ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നു. മീരെ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, നിൻ്റെ അമ്മായിമ്മയ്ക്ക് വീഡിയോ കിട്ടിയാലത്തെ അവസ്ഥ പറയേണ്ട ആവശ്യമില്ലല്ലോ, പിന്നെ രേവതിനെ വീട്ടിൽ നിർത്തില്ല, രേവതിയെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും, അതിൻ്റെ ഒപ്പം സച്ചി ഇറങ്ങും, എനിക്കതൊക്കെ ആലോചിച്ചിട്ട് വിഷമമാണ് ശ്രുതി എന്ന് പറയുമ്പോൾ ഞാൻ നവീൻദാസിനെ പൂട്ടാൻ വേണ്ടി മാത്രമല്ലേ വീഡിയോ എടുത്തത്, സച്ചിനെയും രേവതിനെയും കൂടി ആ വീട്ടിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ മറ്റുള്ളവരുടെ വിഷമങ്ങളൊന്നും നോക്കാറില്ല മീരെ, എനിക്ക് എൻ്റെ വിഷമം മാത്രമേ നോക്കുള്ളൂ, എൻ്റെ ജീവിതമാണ് എനിക്ക് സേഫ്, മറ്റുള്ളവരുടെ വിഷമങ്ങൾക്കൊന്നും ഞാൻ ഒരു വിലയും കൽപ്പിക്കാറില്ല, ഇതെല്ലാം ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ്.
ഓ നിൻ്റെ കൂടെ കൂടി ഞാൻ ഇങ്ങനെ ആയല്ലോ ശ്രുതി എന്ന് പറയാനും. അതെ, നീ ഒന്നും ചിന്തിക്കേണ്ട. ഈ വീഡിയോ പുറത്തായി എന്തായാലും ഈ വീഡിയോ ഈ ഫോണിൽ നിന്ന് പുറത്തായി എന്നറിയും. പിന്നെ ഫോണിലുള്ള അന്വേഷണം വരും. ഫോണിലുള്ള അന്വേഷണം വരുമ്പോൾ നിന്നിലേക്ക് വിരൽ ചൂണ്ടില്ലേ ശ്രുതി? ഇല്ല, എന്നിലേക്ക് വിരൽ ചൂണ്ട ആവശ്യമില്ല. ഈ ഇതിലത്തെ വീഡിയോ ഞാൻ എൻ്റെ ഫോണിലേക്ക് അയക്കും. എന്നിട്ട് ഞാൻ സച്ചിയുടെ ഫോൺ ഒരിക്കലും സച്ചിയുടെ കയ്യിൽ കിട്ടില്ല, ഞാൻ അത് നശിപ്പിച്ച് കളയും. അതെ, ഈ ഫോണിലത്തെ വീഡിയോ അയച്ചു കഴിഞ്ഞാൽ ഈ ഫോൺ ഞാൻ നിന്നെ ഏൽപ്പിക്കാണ്. എനിക്കെന്താണ് സച്ചിയുടെ ഫോൺ? എന്നെ കൊടുക്കാനാണോ നിൻ്റെ പ്ലാൻ? അല്ല, ഇത് നീ നശിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നിനക്കാണ്. നിൻ്റെ ഓഫീസിന് മുമ്പിൽ കായലില്ലേ, ആ കായലിൽ എറിഞ്ഞു കളഞ്ഞോ ഈ ഫോൺ? ശ്രുതി, ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണോ? ആ വേണം, ഇത് നീ തന്നെ ചെയ്യും മീര, ഇതൊക്കെ നിനക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ പറഞ്ഞിട്ട് ശ്രുതി സച്ചിയുടെ ഫോൺ മീരയെ ഏൽപ്പിക്കാന് കളയാൻ വേണ്ടിയിട്ട്. അപ്പം മീര പറയാണ്, ഒരു കള്ളവും ഒന്നും ഇല്ലാത്തൊരു കുട്ടിയായിരുന്നു, ഞാനൊരു സുന്ദരി കുട്ടിയായിരുന്നു. നിൻ്റെ കൂടെ കൂടിയതിന് ശേഷം എല്ലാ കള്ളത്തരങ്ങളും ഞാൻ പഠിച്ചു ശ്രുതി പറയുമ്പോൾ ശ്രുതി പറഞ്ഞിട്ട് വാ പോവാന്ന് പറഞ്ഞിട്ട് മീരേനെയും കൂട്ടിയിട്ട് അങ്ങനെ അവിടുന്ന് പോവാണ്. ഈ സമയത്ത് ചന്ദ്രോദയത്തിൽ രേവതി സ്കൂട്ടി കഴുകണ സമയത്ത് ചന്ദ്രമതി പറയാണ്, ദേ സ്കൂട്ടി കഴുകിയിട്ട് മതി രേവതി, പോയിട്ട് ബാത്റൂം കഴുകുക പറയുമ്പോൾ പെട്ടെന്ന് സച്ചിയുടെ കാറ് വന്നിരിക്കണം. സച്ചിയുടെ കാറ് വന്നിരിക്കുമ്പോൾ രേവതി സ്കൂട്ടി കഴുകുന്നിട്ട് സച്ചിയുടെ അടുത്ത് വന്നിട്ട് സച്ചിയിട്ട് ആ ഫോൺ കിട്ടി വെക്കുമ്പോൾ ഇല്ല രേവതി കിട്ടിയില്ല പറയണ. ഈശ്വര എല്ലായിടത്തും ചോദിക്കും, എല്ലായിടത്തും അന്വേഷിച്ചു രേവതി കിട്ടിയില്ല എന്ന് പറയണം. അപ്പോൾ ചന്ദ്രമതി പറയണം, ഓ ഇവനൊരു ഫോൺ പോയാനാണ് ഇവൻ ഇത്രയും ടെൻഷൻ അടിച്ചിരിക്കുന്നത്, പിന്നെ ഫോൺ പോയ ടെൻഷൻ ആവാതിരിക്കും അമ്മേ, എത്ര ആളുടെ ഫോൺ നമ്പർ ഉള്ളത് അതിലേ പറയണ രേവതി. ഓ ഇവൻ്റെ ഫോൺ പോയപ്പോൾ എന്താ കുഴപ്പം? ആ സ്ഥാനത്ത് സുധിയുടെ ഫോണാണ് പോയതെന്നുണ്ടെങ്കിൽ ശരിക്കും പേടിക്കണം. കാരണം എത്ര ബിസിനസ്സുകാരുടെ നമ്പർ ആയില്ല എന്ന് പറയുമ്പോൾ സച്ചി പറയണതേ, എൻ്റെ വായെന്നൊന്നും കേൾക്കാതെ മിണ്ടാതിരുന്നോ നിങ്ങൾ അകത്ത് പോയിരിക്കാൻ നിങ്ങൾക്ക് നല്ലത് പറയുമ്പോൾ രവീന്ദ്രൻ പറയും, കിട്ടിയോടാ? സച്ചി ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ, ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു കിട്ടിയില്ല എന്നൊക്കെ പറയണേ. സാരല്ലേടാ ഫോണല്ലേ എന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയും, മൂക്കറ്റം കുടിച്ചിട്ടേ ഫോണൊക്കെ അവിടെ ഇവിടെയും കൊണ്ട് കളയുമ്പോൾ ആലോചിക്കണം, അവനവൻ മാത്രമല്ല മറ്റേ കുട്ടികളെ കൂടി കുടിപ്പിച്ചിട്ട് വന്നേക്കെന്ന് പറയുമ്പോൾ സച്ചി പറയും, ദേ നിങ്ങളെൻ്റെ വായിന്ന് കേട്ടേ അടങ്ങും എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയും, എന്തിനാ അമ്മേ സച്ചിയേട്ടനെ വെറുതെ ഇങ്ങനെ വഴക്ക് പറയാൻ നിൽക്കണത്? അപ്പോൾ ചന്ദ്രമതി പറയും, ഓ ഈ വീട്ടിൽ സ്വസ്ഥമായിട്ട് എനിക്കൊരു ഗ്ലാസ് ചായ കുടിക്കാനും പറ്റില്ലേ എന്ന് ചോദിച്ചിട്ട് ചന്ദ്രമതി അവിടുന്ന് ചായ ഗ്ലാസ് കൊണ്ട് അകത്തേക്ക് പോവാണ്. അകത്തേക്ക് പോണ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞ്, വിഷമിക്കണ്ട സച്ചി, മോനൊരു കാര്യം ചെയ്യും, ഒരു ഫോൺ എടുക്കുക, പുതിയൊരു ഫോൺ എടുക്കുക. രേവതി മോളെ ഇവനകത്തേക്ക് കൊണ്ടുപോ, എന്നിട്ട് ബാക്കി എന്താ വെച്ചാൽ കാര്യങ്ങൾ തീരുമാനിക്കുകയെന്ന് പറയാണ്. അങ്ങനെ രേവതി സച്ചിയേട്ട വാ പോവാന്ന് പറഞ്ഞിട്ട് സച്ചിനെയും കൂട്ടിയിട്ട് അകത്തേക്ക് പോണ സമയത്ത് രവീന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്, ഫോൺ എവിടെ പോയതെന്നായിരിക്കും ആൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഇന്നത്തെ ചെമ്പന്തിപ്പൂവിൻ്റെ ക്ലൈമാക്സ് വരുന്നത്. നിങ്ങൾക്കൊക്കെ എന്താ കമൻസ് ആയിട്ട് തോന്നുന്നത്? ഈ ഒരു വീഡിയോ പുറത്തായി കഴിഞ്ഞാൽ രേവതിയുടെയും സച്ചിയുടെയും ജീവിതം പെരുവഴിയിലാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തായിരിക്കും ചന്ദ്രോദയത്തിൽ സംഭവിക്കുന്നുണ്ടാവുക? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻസുകളായിട്ട് രേഖപ്പെടുത്തുമോ നിങ്ങൾ? അപ്പോൾ ഇതുവരെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കെല്ലാം എൻ്റെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ നന്ദി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.